മഹത്വത്തിൻ ദിനങ്ങൾ 2 days ഗ്ലോറി കോൺഫറൻസ് തിരുവനന്തപുരത്ത് പരുത്തിപ്പാറ MG കോളേജ് എതിർവശത്തുള്ള ഗ്രേസ് മിനി ഹാളിൽ വെച്ച് മെയ് 31, ജൂൺ 1, വെള്ളി ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നടത്തപ്പെടുന്നതാണ്. ഈ മീറ്റിങ്ങുകളിൽ അപ്പോസ്റ്റൽ ജാക്സൺ ജെയിംസ് ശുശ്രൂഷിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഇന്ന് ലിമിറ്റേഷനുകളെല്ലാം പൊട്ടിപ്പോണം യേശുവിൻ്റെ നാമത്തിൽ. എനിക്കത് പറ്റുന്നില്ല ബ്രദറെ, എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല. ഈ പറ്റുന്നില്ല ലൈഫ് സ്വയ ലൈഫ് അല്ല, അത് മനുഷ്യൻ്റെ ലൈഫാണ്. അതങ്ങ് ബ്രേക്ക് ആകണം. ഇന്ന് തൊട്ട് നിനക്ക് പറ്റാത്ത ചിലർ പറയുന്നത് എനിക്ക് ദൈവത്തോട് അടുക്കണമെന്ന് ആഗ്രഹമുണ്ട് ബ്രദറെ, എനിക്ക് സിനിമ നിർത്തണമെന്ന് ആഗ്രഹമുണ്ട് ബ്രദറെ, പറ്റുന്നില്ല. എനിക്ക് ഭാര്യയെ തല്ലുന്ന നിർത്തണമെന്ന് ആഗ്രഹമുണ്ട് ബ്രദറെ, പറ്റുന്നില്ല. എനിക്ക് കള്ള് കുടിക്കണമെന്ന് ആഗ്രഹമില്ല ബ്രദറെ, പറ്റുന്നില്ല. ഇന്ന് പറ്റുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങൾ മനുഷ്യന്റെ റലത്തിൽ നിൽക്കുന്നുകൊണ്ടാണ്. ജെയിംസിന്റെ മിനിയുടെ മോനായ ഔട്ടർമാന് പറ്റില്ല, അനിയത്തെ അടിക്കുന്നത് പോലും നിർത്താൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ദൂത് പറയാം, ഈ വെളിപ്പാട് എൻ്റെ മുകളിലത്തെ നിലയിൽ കിട്ടി. ഞാൻ ആവർത്തിച്ച് എൻ്റെ വാ കൊണ്ടെന്ന് പറയുകയാണ്. എൻ്റെ മുകളത്തെ റൂമിൽ നിന്നുകൊണ്ട് പറയുകയാണ്. തിരുവനന്തപുരത്ത് ഞാൻ നിന്നുകൊണ്ട് പറഞ്ഞു, എന്നിൽ ദൈവത്തിൻ്റെ ജീവനുണ്ട്, എനിക്കിന്ന് പറ്റും. ഇന്ന് തൊട്ട് എനിക്ക് ജോയനെ അടിക്കേണ്ടി വരില്ല, ഇന്ന് തൊട്ട് എൻ്റെ സിസ്റ്ററിനെ അടിക്കേണ്ടി വരും. അപ്പോഴും നെഞ്ചിടിക്കുന്നുണ്ട്, കാരണം ഒത്തിരി ശ്രമിച്ചതാണ്. ഞാൻ വിചാരിച്ചു ഇത് മിക്കവാറും ഇതും പാളിപ്പോവും, താഴോട്ട് ഇറങ്ങുമ്പോൾ ഇതും തീരും. ഇവനെ കാണുമ്പോൾ ഒരു ഇറിറ്റേഷനും കയറി വരും. ചിലർക്കൊക്കെ അങ്ങനെ ഉണ്ട്, അതൊരു ദുരാത്മാവാ. ചിലരൊക്കെ ചിരിക്കുന്നുണ്ട്, എന്നെ ഫോൺ വിളിക്കുന്നവരൊക്കെ. ബ്രദറിനെ വിളിച്ച്, ബ്രദറിനും ഇതുണ്ടായിരുന്നെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. ഹല്ലേലൂയ. ബ്രദറിനുള്ളതൊക്കെ കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ഹല്ലേലൂയ. പക്ഷെ ഇത് സ്വയ ലൈഫ് ആക്ടിവേറ്റ് ആയപ്പോൾ ഈ സാധനങ്ങളെല്ലാം പൊട്ടി. ഹല്ലേലൂയ. ഞാൻ വിചാരിച്ചു, ഞാനിങ്ങനെ പറയാൻ തുടങ്ങി. ഞാൻ റൂമിൽ നിന്ന് വെളിപ്പാട് കിട്ടിയിട്ട് ഞാൻ പറയാൻ തുടങ്ങി, എന്നിൽ ദൈവത്തിന്റെ ജീവനുണ്ട്, ഇന്ന് തൊട്ട് എനിക്ക് യേശുവിനെ പോലെ പെരുമാറാൻ പറ്റും, ഇങ്ങനെ ഒരു 40 50 വട്ടം ഞാൻ റൂമിൽ നിന്ന് പറഞ്ഞു. നെഞ്ചിടിപ്പോടുകൂടെ ഞാൻ താഴോട്ട് ഇറങ്ങുകയാണ്. ഇവനെ കാണുമ്പോൾ എനിക്ക് അലർജി വരുമോ എന്ന് ഞാൻ നോക്കുകയാണ്. എൻ്റെ സിസ്റ്ററോട് നിൽപ്പുണ്ട് ക്യാമറയുടെ പുറകിൽ. എനിക്ക് അലർജി വരുമോ എന്ന് നോക്കുകയാണ്. അല്പം നെഞ്ചിടിപ്പുണ്ട്, പക്ഷെ എൻ്റെ അകത്ത് ഫെയ്ത്ത് കയറി. ഞാൻ നടന്നടുത്തു. എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നു. ഞാനാണോ? ഇപ്പൊ ഇവർ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇത് ജാക്സൺ ആണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കത്തില്ലേ? ചോദിക്കും. ഞാൻ ജനിപ്പിച്ച ആളല്ല ഇത്, ഇടയ്ക്കിടയ്ക്ക് പറയത്തില്ലേ? അതെ. അത് ഒരു മേഖലയാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ സകല മേഖലകളിലും ഞാൻ ഡിഫറെന്റ് ആകാൻ തുടങ്ങി. എൻ്റെ വീട്ടുകാരെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചു, ഇത് ഞങ്ങളുടെ ആളല്ല, ഞങ്ങൾ ജനിപ്പിച്ച പാർട്ടി അല്ല, ഇത് വേറെ ഏതോ പാർട്ടിയാ. ഞാനന്ന് താഴോട്ടിറങ്ങി. എനിക്ക് ഇവൻ്റെ അടുക്ക വന്നു. ഞാൻ അവനെന്നാ വിളിക്കുന്നത്, അവൻ ഇവനെന്നൊക്കെ. ഓക്കെ, അതിപ്പോഴും അങ്ങനെ. ഞാൻ അല്ലല്ലോ അവൻ്റെ അടുക്ക വന്നപ്പോ എൻ്റെ കൈ വിറയ്ക്കുന്നില്ല, അടിക്കാനായി തോന്നുന്നില്ല. എൻ്റെ അകത്ത് വേറെ എന്തോ ഒരു വികാരം വരും. ഇത് സംഭവം കൊള്ളാലോ. അപ്പോഴും ഒരു നെഞ്ചിടിപ്പുണ്ട്. ദൈവമേ, ഇത് ഒരു ദിവസമേ നീക്കത്തുള്ളൂ. അങ്ങനെ ഡൗട്ടുണ്ടോ? ചിലര് ഒരു ദിവസം മാറിയിട്ട് അടുത്ത ദിവസം അങ്ങനെ വല്ലതും ഉണ്ടോ? ഓ കമോൺ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പലരും ചിരിക്കുന്നുണ്ട്. ഒരു ദിവസം നല്ല മാറ്റമാ, അടുത്ത ദിവസം എന്തില്ല. അപ്പൊ ഞാൻ നെഞ്ചിടിപ്പോടുകൂടെ അവിടെ ഇരിക്കുക. അന്ന് കയ്യിൽ സമാധാനം. അടുത്ത ദിവസം രാവിലെ മുഖം കഴുകി ഇറങ്ങി വന്നു. ഞാൻ അത് ഇവനെയാ നോക്കുന്നത്. ഇത് വർക്കായാൽ സുവിശേഷ വിലക്ക് ഇറങ്ങാം. ഹല്ലേലൂയ. ഇതെങ്കിലും വർക്കാകാതെ സാമച്ചൻ പാസ്റ്റർ അല്ല ആര് പ്രവചിച്ചാലും ഞാൻ എങ്ങനെ ഇതൊക്കെ ചെയ്യാനാ? ഞാൻ അന്ന് നടക്കത്തില്ല എന്നുള്ള എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അടുത്ത ദിവസം ഇറങ്ങി നോക്കുക, കൈ വിറയ്ക്കുന്നില്ല. പക്ഷെ രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, ഞാൻ മരിച്ചു, അവൻ എന്നിൽ ജീവിക്കുന്നു. ഇത് ഇന്നും പറഞ്ഞായിരുന്നു. എനിക്കൊരു മർമ്മം പിടികിട്ടി. ഇത് എൻ്റെ ലൈഫ് അല്ല, ലൈഫ് മീൻസ് ദ ലൈഫ് ഓഫ് ഗോഡ്. ആ വെളിപ്പാട് എൻ്റെ തലയിലോട്ട് കയറി. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു, അന്നും പറഞ്ഞു, ഇന്നു മുതൽ ജീവിക്കുന്നത് ഞാൻ അല്ല,
ക്രിസ്തു അത്രേ, ക്രിസ്തു അത്രേ, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഐ ആം ഡെഡ് ആൻഡ് ദ സോയെ ലൈഫ് ഈസ് ആക്റ്റീവ് ഇൻ മീ. ഇത് പറഞ്ഞിട്ട് ഞാൻ താഴോട്ട് ഇറങ്ങിയതിന്റെ റിസൾട്ട് ആണ് ഇന്നുവരെയും ദൈവം എന്നെ നിർത്തിയത്. ഹല്ലേലൂയ, ഇന്നുവരെയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും കേട്ടാൽ ഹല്ലേലൂയ, എൻ്റെ പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അത് ഹാർവസ്റ്റ് ടിവിയിലോട്ട് ഇറങ്ങി തിരിച്ചാണേലും, ഇവിടൊക്കെ ഇന്ന് പോസ്റ്ററുകൾ ഒട്ടിച്ച് ഇങ്ങനൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നതാണേലും എൻ്റെ വീട്ടുകാരങ്ങ് ഞെട്ടുക. ഇത് കുപ്പിപ്പാലും കുടിച്ച് പഠിച്ചുകൊണ്ടിരുന്ന ജാക്സൺ അല്ല, ജാക്സൺ അല്ല, ഇത് വേറെ ആരോയാ. ഇന്ന് തൊട്ട് നിങ്ങളെക്കുറിച്ച് പറയാൻ പോവാ. ഇത് ഷേർലി അല്ല, ഇത് റീത്ത അല്ല, ഇത് പൗലോസ് അങ്കിൾ അല്ല എന്ന് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയിപ്പിക്കാൻ പോവാ. ഇത് പഴയ അഞ്ചു അല്ല എന്ന് പറയാൻ പോവാ. എത്ര പേര് ഇത് പഴയ അക്ഷയ അല്ല എന്ന് ദൈവത്തിന്റെ ആത്മാവല്ല, ആളുകൾ നിങ്ങളെ നോക്കി പറയാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? ഒന്ന് സ്വീകരിച്ചേ. ഹല്ലേലൂയ, ഒന്ന് സ്വീകരിച്ചേ. നിങ്ങൾ കൈകൾ അടിച്ചോ കൈ അടിക്കാതെയോ എങ്ങനെ വേണേ സ്വീകരിക്കാം. ഇന്ന് നിങ്ങളുടെ അകത്ത് ജീവനെ പരിശുദ്ധാത്മാവ് നിറയ്ക്കാൻ പോവുക, ജീവനെ നിറയ്ക്കാൻ പോവുക. Merko metali kasibo shefer menato belia mentere fe kamasi melesefer hoshma kelatosmea mazrei oh rasekele eremena come on erebekele oh rame oh zeremini kondoro meishake oh zebira mahashainta zegeramana hadia. ഇന്നു മുതൽ നമ്മൾ ജീവിക്കാൻ പോവാ. ഇന്നു മുതൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ജീവിക്കാനായി പോകുന്നു. ഇന്നു മുതൽ നിങ്ങളുടെ അകത്ത് സ്പിരിറ്റ് ലൈഫ് തുറക്കാൻ പോകുന്നു. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ സ്പിരിറ്റിൻ്റെ അടപ്പിനെ ഞാൻ തുറക്കുന്നു. ഇപ്പോൾ ദൈവാത്മാവ് ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ നിങ്ങളോട് ചെയ്യാൻ പറയുന്നു. നിങ്ങളുടെ അകത്തൊരു ജീവനുണ്ട്. ഈ ജീവൻ നിങ്ങൾ വീണ്ടും ജനിച്ചപ്പോൾ നിങ്ങളുടെ അകത്ത് വന്നു. ശരിയാണെന്ന് പറയുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. ആത്മാവിനാൽ ജനിച്ചെന്നുള്ളവരൊന്ന് ഹല്ലേലൂയ പറഞ്ഞേ. ജനിക്കാത്തവരുണ്ടെങ്കിൽ യേശുവിനെ രക്ഷിതാവായിട്ട് അംഗീകരിച്ചാൽ മതി. നിങ്ങളുടെ അകത്ത് ഹോളി സ്പിരിറ്റ് വർക്ക് ചെയ്ത് തുടങ്ങി. എവിടെയാണ് വീണ്ടും ജനിച്ചിട്ടും വീണ്ടും ജനനത്തിൻ്റെ ഒരു സ്വഭാവവും പുറത്തു വരാതിരുന്നത് എന്ന് ഞാൻ പറയാൻ പോവാ. നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ വീണ്ടും ജനിച്ചു. എത്ര പേര് വിശ്വസിക്കുന്നു വീണ്ടും ജനിച്ചു? പറ, വീണ്ടും ജനിച്ചവർ കൈ ഉയർത്തിക്ക്. നിങ്ങൾ സ്നാനപ്പെട്ടില്ല, കുഴപ്പമില്ല, സ്നാനപ്പെടുന്നതിന് മുമ്പേ വീണ്ടും ജനിച്ചു. കൈ ഉയർത്ത് ഹല്ലേലൂയ പറ. നിങ്ങൾ വീണ്ടും ജനിച്ചവർ എവിടെ ഇരിക്കുന്നവരല്ല. ഹല്ലേലൂയ. നിങ്ങൾ യേശുവിനെ അംഗീകരിച്ചവരാണോ? നിങ്ങൾ വീണ്ടും ജനിച്ചു. പക്ഷെ വീണ്ടും ജനിച്ചെന്ന് പറഞ്ഞാൽ എന്തുവാ? ദൈവത്തിന്റെ ജനനം നിങ്ങളുടെ അകത്ത് സംഭവിച്ചു. ദൈവത്തിന്റെ ജനനം അകത്തുണ്ടായിട്ടും എന്നിൽ ബ്രദറെ അങ്ങനെ ഒരു പരിപാടിയെ വെളിപ്പെടുന്നില്ല. അതെന്തായിരിക്കും ഷേർലി ആൻറ്റി? എന്തായിരിക്കും? എൻ്റെ അകത്ത് വേറൊരാളുണ്ട്, വേറൊരു ജീവൻ ഇപ്പോൾ ഉണ്ട്. നിങ്ങളുടെ അകത്ത് എല്ലാവരുടെ അകത്തും ഉണ്ട്, വേറൊരു ജീവനാ ഉള്ളത്. പക്ഷെങ്കിൽ ചില സമയത്ത് നമ്മൾ ക്രിസ്ത്യാനികളുടെ ജീവിതം നോക്കിയാൽ അയ്യോ ഇവൻ ക്രിസ്ത്യാനിയെ ആകണ്ടായിരുന്നു തോന്നിപ്പോ അല്ലേ? ഇവൻ മറ്റുള്ളവരെക്കാളും കഷ്ടോ. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. വീണ്ടും ജനിക്കുന്നതിലല്ല കാര്യം, ഒന്ന് ജനിച്ചെന്നുള്ള തിരിച്ചറിവിൽ ജീവിക്കണം. അപ്പം അതിനെന്ത് വേണം? വെളിപ്പാടിൻ്റെ മേഖലകൾ തുറക്കണം. എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ജീവൻ ഇപ്പോൾ ആക്റ്റീവാണ് എന്ന ബോധ്യം നിങ്ങൾ പറയണം. എല്ലാവരും ഒന്ന് പറയാൻ പറ്റുമോ? എൻ്റെ അകത്ത് ഇപ്പോൾ ദൈവത്തിൻ്റെ ജീവൻ ഉണ്ട്. ഇത്രയും ക്ലിയർ ആണോ?
ആ ജീവനാലേ ഞാൻ ഇനി ജീവിക്കുന്നുള്ളൂ എന്നുള്ള തീരുമാനം നിങ്ങൾ എടുക്കണം. കാരണം നിങ്ങൾ വീണ്ടും ജനിച്ചാലും നിങ്ങളുടെ പഴയ മനുഷ്യൻ മരിച്ചിട്ടില്ല. മരിച്ചു എന്ന് നിങ്ങൾ ഓരോ ദിവസവും വിശ്വസിക്കണം. ആ പറഞ്ഞത് കട്ടിയാണോ? നിങ്ങളുടെ അകത്തുനിന്ന് ഈ ജീവൻ ഒഴുകണമെങ്കിൽ എന്ത് ചെയ്യണം? പുറത്തെ പഴയ മനുഷ്യനും. അതുകൊണ്ടല്ലേ പൗലോസ് ഇടയ്ക്കിടയ്ക്ക് എഴുതുന്നത്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു, ജീവിക്കുന്ന ഞാനല്ല ഇനി ജീവിക്കുന്ന അപ്പം ഇതാണ് ട്രൂത്ത്. പക്ഷെങ്കിൽ നമ്മൾ വേറൊരു ജീവിതം, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ശരിക്കും എൻകൗണ്ടറിലോട്ട് വരുന്നത്, എൻ്റെ ഫസ്റ്റ് എൻകൗണ്ടറാണ് ഞാൻ പറയുന്നത്. 18 വയസ്സ് വരെ ഞാൻ പെന്തിക്കോസിലായിരുന്നു. പക്ഷെ എൻകൗണ്ടർ നടന്നത് അന്നാണ്. ഫസ്റ്റ് പാസ്റ്റർ സാമച്ചിനുമായിട്ടുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഒരു പ്രൊഫറ്റിക്കൽ എൻകൗണ്ടർ. ഇതൊന്നുമല്ല, അതൊരു പ്രൊഫറ്റിക്കൽ എൻകൗണ്ടറാണ്. പക്ഷെ അതും ഒരു എൻകൗണ്ടർ തന്നെയാണ്. പിന്നെയാണ് ഞാൻ സാന്നിധ്യത്തിൽ വളരുന്നതും. ഇന്നത്തെ ഞാൻ അതൊന്നും അന്നായിട്ടില്ല. അന്നൊരു പ്രൊഫറ്റിക്കൽ എൻകൗണ്ടർ ഉണ്ടായി. ഓക്കെ. പക്ഷേ അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്തു? വളരാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ചിലർ പ്രൊഫറ്റിക്കൽ എൻകൗണ്ടറിൽ നിന്ന് പിന്നെ അവിടെ തന്നെ അങ്ങ് ഇരിക്കും. പേര് വിളിച്ചു, സന്തോഷം, വീട്ടിൽ പോയി. നോ, അതിലൊന്നും കാര്യമില്ല. അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി? എനിക്ക് മനസ്സിലായി, ഈ ജീവൻ എൻ്റെ അകത്ത് ആക്റ്റീവാണ്. ഇനി ഇത് എന്നിൽ നിന്ന് പുറത്തു വരണം. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ ജീവൻ എങ്ങനെയും ഒന്ന് പുറത്തെടുക്കാൻ പോവാം നമ്മൾ. ഇന്ന് നടക്കാൻ പോകുന്ന പരിപാടി ഇത്രയേ ഉള്ളൂ. ഇന്ന് വിടുതൽ വരാൻ പോകുന്നത് എന്നിൽ നിന്നല്ല, നിങ്ങളുടെ അകത്തെ ചെപ്പ് തുറക്കാൻ പോവാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങളുടെ സ്പിരിറ്റ് മാനെ റെപ്രസെന്റ് ചെയ്യാൻ ഞാൻ ഈ കുപ്പി എടുക്കുകയാണ്. എല്ലാവരും പറഞ്ഞു, ഇതെന്റെ സ്പിരിറ്റ് മാനാണ്. നിങ്ങൾ വീണ്ടും ജനിച്ചു, നിങ്ങൾ വീണ്ടും ജനിച്ചു. പക്ഷെങ്കിൽ അതാ പറഞ്ഞ, രാവിലെ തൊട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക, ദാഹിക്കണമെന്ന്. ദാഹിച്ചാൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ അടപ്പ് തുറക്കണം. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ വീണ്ടും ജനിച്ചാലും കുപ്പിക്കകത്ത് വെള്ളം ഉണ്ടെങ്കിലും കുപ്പി അടച്ചു തന്നെ വേണേ വെക്കാം. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? നിങ്ങളുടെ അകത്ത് എന്തൊക്കെയുണ്ടെന്നറിയോ? നിങ്ങളുടെ ഇത് നിങ്ങളുടെ സ്പിരിറ്റ് ആണ്. നിങ്ങളുടെ വീണ്ടും ജനിച്ച അകത്തെ മനുഷ്യൻ. എല്ലാവരും പറഞ്ഞ വീണ്ടും ജനിച്ച ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്നറിയോ? ബെന്നിഹിന്റെ അകത്തുള്ള എല്ലാം ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ അകത്തും ഉണ്ട്. പാസ്റ്റർ ക്രിസ് ഒയാക്കിലോമയുടെ അകത്തുള്ളത് അതേ ഐറ്റം നിങ്ങളുടെ അകത്ത്. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട അകത്തെ മനുഷ്യനല്ലേ. ബെന്നിഹിനെ വേറെ ആരെങ്കിലും ജനിപ്പിച്ചാണോ? ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. സി, നമ്മുടെ നല്ലൊരു പ്രശ്നം എന്തോന്നറിയോ? ഇപ്പോഴും നമ്മുടെ നല്ലൊരു പ്രശ്നം എന്തോന്ന് പറയട്ടെ. നമ്മുടെ പുറത്തെ മനുഷ്യൻ, ഒന്ന് കുഞ്ഞപ്പന്റെ മോൻ, ഒന്ന് ചാക്കോച്ചന്റെ മോൻ, ഒന്ന് ജെയിംസിന്റെ മോൻ. പുറത്തെ മനുഷ്യനിൽ പല പല വ്യക്തികളാണ്. പുറത്തെ മനുഷ്യനിൽ പല പലതാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കും നമ്മൾ അകത്തും പലത് പലതാണെന്നാണ്. അല്ല, എഫെസ്യ ലേഖനം 4:1 പറഞ്ഞു, ആത്മാവിൽ നമ്മൾ സെയിം യൂണിയൻ ഇൻ ദ സ്പിരിറ്റ് ആണ്. അപ്പൊ ആത്മാവിൽ ഇന്ന് നിങ്ങൾ കാണേണ്ടത്, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ദൈവാനുരൂപം എന്ന് പറഞ്ഞ് ഇവർ കണക്റ്റ് ആകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ബെന്നിഹിനെ പോലെങ്കിലും ആണെന്ന് ചിന്തിക്കും. ബെന്നിഹിനൊന്നും അല്ല, ഒരു റലം. ദൈവാനുരൂപം എന്ന് പറഞ്ഞ് ഇനി എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ബെന്നിഹിനും ഫൈനൽ അല്ല. അദ്ദേഹം വളർന്ന ഒരു വളർച്ചയുണ്ട്. അദ്ദേഹം മാക്സിമം ഒരു 20 മണിക്കൂറൊക്കെ ഇത് തുറന്നു കാണും, അല്ലെങ്കിൽ 18 മണിക്കൂർ. ഈ അടപ്പ് 18 അറിയത്തില്ല, ഒരു 15 മണിക്കൂറൊക്കെ തുറന്നു കാണും. 15 മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾക്ക് തുറന്നിടാം. നിങ്ങളെ വീട്ടിലെ ടാപ്പ് 24 മണിക്കൂർ വേണേ തുറന്നിടാം, അല്ലേ? വേണേ അടച്ചും വെക്കാം. എല്ലാവരും പറഞ്ഞേ, എൻ്റെ സ്പിരിറ്റ് മാൻ്റെ അടപ്പിനെ ഞാൻ ഇന്ന് തുറക്കാൻ പോവാ. ഇതിൽ മണിക്കൂറിന്റെ കണക്കുണ്ട്. കർത്താവ് കഴിഞ്ഞ ദിവസം എന്നോട് പറയുകയായിരുന്നു, മോനെ, നിനക്ക് സാന്നിധ്യത്തിൽ 24 hours സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. നമ്മളെപ്പോഴാണ് സാന്നിധ്യത്തിലാവുന്നത്? ഞാൻ പണ്ട് സാന്നിധ്യത്തിലായത് എപ്പോഴാന്ന് ഞാൻ പറയാം. ഒരു വലിയ ദൈവദാസം വരുന്നു, റിസീവ് എന്ന് പറയുന്നു, അടിച്ച് നമ്മൾ താഴെ പോകുന്നു. പിന്നെ സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ ആ ദൈവദാസം പിന്നെയും വരണം 6 മാസം കഴിഞ്ഞിട്ട്. അതിൽ നിന്ന് ഞാൻ വളർന്ന് എല്ലാ ആഴ്ചയും സാന്നിധ്യം അനുഭവിക്കുന്ന
എല്ലാ ആഴ്ചയും എത്തിയിട്ടില്ല. യൂട്യൂബിൽ കൂടെ ബെന്നിഹിൻ്റെയോ ഏതെങ്കിലും ഒരു വലിയ ദേവദാസന്റെ വീഡിയോ കാണുമ്പോൾ എനിക്ക് സാന്നിധ്യം കിട്ടാൻ തുടങ്ങി. ഒറ്റയ്ക്ക് അപ്പോഴും കിട്ടി തുടങ്ങിയിട്ടില്ല. പക്ഷെ ഞാൻ പിന്നെയും കൊതിച്ചു, കർത്താവേ എനിക്ക് ബെന്നിഹിൻ്റെ കാണാതെ തന്നെ എനിക്ക് സാന്നിധ്യം കിട്ടണം. പുള്ളിയുടെ ഹോളി അത് വരുമ്പോൾ എനിക്ക് കിട്ടാൻ തുടങ്ങി. പക്ഷെ അങ്ങേര് പാടിയാലേ കിട്ടുള്ളൂ. ഇതെന്താണ് ഞാൻ പാടിയാ കിട്ടാത്ത? എനിക്ക് ദേഷ്യമായി. ഞാൻ പറഞ്ഞു, കർത്താവേ ഇവിടെ ഞാൻ നിർത്തത്തില്ല. ഇപ്പൊ ഞാൻ വീഡിയോ കണ്ട് സാന്നിധ്യത്തിൽ കയറുക. ജാക്സൺ ബ്രദറിന്റെ മെസ്സേജ് വരുമ്പം സൂം അങ്ങോട്ട് ഓപ്പൺ ആകുമ്പം സാന്നിധ്യമുണ്ട്, സൂം ഓഫ് ആയാൽ സാന്നിധ്യം ഇല്ല എന്ന് പറഞ്ഞ സെൽഫ് കിക്കർ അടിക്കാൻ അറിയത്തില്ല. സെൽഫിൽ ഈ സാധനത്തെ ഒന്ന് പിടിച്ചേ, എനിക്ക് പിടിക്കാൻ വയ്യ. സെൽഫിൽ ഈ സാധനം എന്ത് ചെയ്യാൻ അറിയത്തില്ല, തുറക്കാൻ അറിയത്തില്ല. പക്ഷെ ബെന്നിഹിൻ അങ്ങോട്ട് വന്ന് ഹോളി ഹോളി, ബെന്നിഹിൻ തുറന്നു തരുമ്പോ തുറക്കുന്നുണ്ട്. ജാക്സൺ ബ്രദർ സൂം മീറ്റിംഗ് തുറന്നു തരുമ്പോ സാധനം, ചിലർക്ക് ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. ഏത് തുറക്കല് ഏത് അടക്കല്. നമ്മുടെ അകത്തൊരു പവറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ആഴ്ച നമ്മുടെ മീറ്റിങ്ങിൽ തകർന്ന് തരിപ്പണമായിട്ട് വന്ന ഒരുത്തൻ പ്രവാചകനായിട്ടാണ് പോയത്. നമ്മളോടും കൂടെ പ്രവചിച്ചിട്ട് പോയി. പുള്ളിയുടെ കഴിവല്ല. ഞാൻ പുള്ളിയോട് പറഞ്ഞു, മര്യാദയ്ക്ക് വളർന്നോണം, പ്രവാചകനായെന്ന് പറഞ്ഞ് അഹങ്കരിക്കില്ല. ഞാൻ പൊക്ക്, അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു അടപ്പ് എന്ത് ചെയ്തു, അത്രേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് തലയോട്ട് കഴിച്ച് അടിച്ച് തെറിച്ചു പോയി. എഴുന്നേറ്റ് വന്ന് ഞങ്ങളോട് പ്രവചിക്കാൻ തുടങ്ങി. പക്ഷെ ഞാൻ പറഞ്ഞു, തൃപ്തനാകരുത്. അത് ഞാൻ നിനക്ക് അടപ്പ് തുറന്നു തന്നതാണ്. നിന്റെ സ്പിരിറ്റിൽ ഒരു സാധനം ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അതിനെ വന്ന് എൻ്റെ പവർ കൊണ്ട് എന്ത് ചെയ്തു, തുറന്നപ്പം നിന്റെ അകത്തുനിന്ന് ചാട്ടം തുടങ്ങി. അപ്പൊ അവൻ പറഞ്ഞ ദർശനമാണ് ഞാൻ എൻ്റെ റൂമിൽ വരച്ചു വെച്ചേക്കുന്നത്. നമ്മുടെ മിനിസ്ട്രിയെ കുറിച്ചും കൂടെ പ്രവചിച്ചിട്ടാ പോയത്. പക്ഷെ ഞാൻ പറഞ്ഞു, അഹങ്കരിക്കല്ലേ, ഒന്നും ആയിട്ടില്ല. കാരണം നിനക്കിത് തുറക്കാൻ അറിയത്തില്ല. അതുപോലെ സംഭവിച്ചു. പുള്ളി ബാംഗ്ലൂരിൽ എത്തിയിട്ട് വിളിച്ചു, ബ്രദറെ ഇപ്പൊ എനിക്ക് സാന്നിധ്യം കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു, ഓൾറെഡി പറഞ്ഞല്ലേ വിട്ടത്. ശരിയാ ബ്രദർ, പറഞ്ഞതുകൊണ്ട് നല്ല, ഇല്ല ഞാൻ ഡിസപ്പോയിന്റഡ് ആയനെ. കാരണം ഞങ്ങൾ ഈ റെലം തുറന്നു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഇത് ഓപ്പൺ ആകും. ബെന്നിഹിൻ ഹോളി എന്ന് ഞാൻ യൂട്യൂബ് അങ്ങോട്ട് തുറന്നാൽ മതി. അന്ന് തൊട്ട് എനിക്ക് ഡയറക്റ്റ് മീറ്റിങ്ങിന്റെ ആവശ്യമില്ല. മൊബൈൽ തുറന്നാൽ പോലും സാന്നിധ്യം കിട്ടുന്ന ലെവലിലോട്ട് ഞാൻ എത്തി. ഈ സാധനം എൻ്റെ അകത്തുനിന്ന് ഈ സാധനം തുറക്കും. ഞാൻ പറഞ്ഞു, കർത്താവേ തൃപ്തനല്ല. ഇത് എനിക്കൊരു മീറ്റിങ്ങിൽ ഒരു സാന്നിധ്യത്തിൻ്റെ റലത്തെ എനിക്ക് തുറക്കാൻ പറ്റണമെങ്കിൽ എനിക്കിത് ഒറ്റയ്ക്ക് തുറക്കാൻ പറ്റണം. അങ്ങനെ ഞാൻ പിന്നെ സ്ട്രൈവ് ചെയ്തു. കർത്താവ് പറഞ്ഞു, വെയിറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ് മോർ ടൈമിൽ ഞാൻ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പം എനിക്കേതോ ഒരു പോയിന്റിൽ ഇത് തുറക്കാനുള്ള ആ മർമ്മങ്ങൾ കിട്ടാൻ തുടങ്ങി. ഹല്ലേലൂയ. വെയിറ്റിങ്ങിൻ്റെ ഏതോ ഒരു മിനിറ്റിൽ എനിക്ക് എൻ്റെ സ്പിരിറ്റിലോട്ട് ഇറങ്ങിച്ചെല്ലാൻ പറ്റും. ആ മിനിറ്റ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അതിനു മുമ്പ് പുലിമുരുകം കാണാൻ പോകല്ല്. എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവസന്നിധി നിങ്ങൾ കയറിയിട്ടുണ്ടോ, എന്തേലും പ്രാപിക്കണോ, ടൈം ലിമിറ്റ് ഇല്ലാതെ കയറണം. ടൈം ലിമിറ്റ് ഇല്ലാതെ കയറിയാൽ നിങ്ങളുടെ അകത്തെ സ്പിരിറ്റ് അസാധാരണമാണ്. ആൻറ്റി ഒന്ന് എഴുന്നേറ്റ് നിന്ന്, ചുമ്മാ എഴുന്നേറ്റില്ലേ, ചുമ്മാതെ ഒന്നും പറയാനല്ല, ഒരു ഉദാഹരണം പറയാൻ വേണ്ടിയാ. ആൻറ്റിയെ കണ്ട വലിയ പരിപാടിയായിട്ടൊന്നും തോന്നത്തില്ല, പക്ഷെ അസാധാരണക്കാരിയാണ്. ആൻറ്റിയുടെ സ്പിരിറ്റും ഹല്ലേലൂയ ഇതുപോലെ എന്തുവാ, അസാധാരണ എബിലിറ്റികളുള്ളതാണ്. അസാധാരണമായി അതിൻ്റെ അകത്ത് ആരുണ്ട്, സ്പിരിറ്റിൻ്റെ അകത്ത് ദൈവാനുരൂപതയുണ്ട്. കണ്ടാ പറയത്തില്ല. ചിലപ്പോൾ നമുക്ക് ഹൈറ്റ് കുറവായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വെളുത്തതായിരിക്കും, നമ്മൾ കറുത്തതായിരിക്കും. ഇത് കണ്ട ആൾക്കാർ നിന്നെ ചിലപ്പം പലതും വിധിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇതൊന്നും അല്ല നീ സ്പിരിറ്റിൽ. ചിലപ്പോൾ നിന്റെ കുടുംബത്തെക്കുറിച്ച് ഇത് ആൾക്കാർ പറഞ്ഞു, ഓ നീ തോറ്റവൾ, നിന്റെ കുടുംബം തകർന്നവൾ. ഇതൊന്നും അല്ല നീ സ്പിരിറ്റിൽ. ഇരുന്നോ, സ്പിരിറ്റിൽ നീ ഇതൊന്നും അല്ല. ഈ തിരിച്ചറിവ് വന്നാൽ നീ അൺലിമിറ്റഡാ. എനിക്കറിയത്തില്ല ഇതാരാ സ്വീകരിക്കുന്നതെന്ന്. നിങ്ങളുടെ സ്പിരിറ്റ് റലത്തിൽ നിങ്ങൾ ആരാണ്? ആ ഒരു ഒറ്റ കാര്യം ഒന്ന് ചിന്തിക്ക്. ഞാൻ ദൈവത്തിന്റെ മോൻ. സ്പിരിറ്റിൽ ആരാ ഞാൻ? എൻ്റെ ആത്മമനുഷ്യനിൽ എനിക്ക് എന്തോ ഉണ്ട്, ദൈവത്തിന്റെ ജീവൻ, ദൈവത്തിന്റെ മോൻ, ദൈവത്തിന്റെ ജീവൻ. ആ ദൈവത്തിന്റെ ജീവൻ എൻ്റെ ആത്മമനുഷ്യനിലുണ്ട്. ഈ നേരെ പിടിക്കുക. ഈ ആത്മമനുഷ്യനെ ദൈവം എന്നോട് പഠിപ്പിച്ച കാര്യം പറയാം.
24 hours ആദാമിൽ ഇത് തുറന്നാണ് കിടന്നത്. വീഴ്ചയ്ക്ക് മുൻപുള്ള ആദാമിൽ, ശ്രദ്ധിക്കണം, വീഴ്ചയ്ക്ക് മുമ്പുള്ള ആദാമിൽ അവന്റെ സ്പിരിറ്റ് റലം 24/7 24 hours 24 മണിക്കൂറും ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും അവന്റെ സ്പിരിറ്റ് ഓപ്പൺ ആണ്. ഇനിയും നമ്മളിലേക്ക് വരുമ്പോൾ ഇത് അടഞ്ഞെന്ന് മാത്രമല്ല, ആദാം വീണപ്പോൾ ഈ റലം തന്നെ ഇല്ല. ബോഡിയും മൈൻഡേ ഉള്ളൂ, ഈ റലം തന്നെ ഇല്ല. പക്ഷെ നമ്മൾ വീണ്ടും അല്ല, ഈ റലം ഉണ്ട്, പിടിച്ചേ, കാലിക്കുപ്പി റലം അവിടെ തന്നെ ഉണ്ട്. ഇത് സ്പിരിറ്റ് റലമാണെന്നിരിക്കട്ടെ. ഇതെന്താണ്? സ്പിരിറ്റ് റലം. എന്താണ്ട് കാലിക്കുപ്പിയായി. ഇതിന്റെ അകത്തുനിന്ന് ദൈവത്തിന്റെ ജീവൻ നിന്റെ ആത്മമണ്ഡലത്തിൽ നിന്ന് എന്ത് ചെയ്തു? പോയി. ദൈവം ഊതിയായിരുന്നു, ആ സാധനം എന്ത് ചെയ്തു? ഇറങ്ങിപ്പോയി. ആ റലം അവിടെ തന്നെ കിടപ്പുണ്ട്. ആ റലത്തിൽ ജീവനില്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ 3 പാർട്ടുള്ള ഒരു ബീയിങ് ആണ്: ബോഡി, മൈൻഡ്, സ്പിരിറ്റ്. ഇതിൽ സ്പിരിറ്റിന്റെ അകത്ത് കാലിയായി പോയി നീ. ഇതിന്റെ പേരാണ് ദാരിദ്ര്യം. അന്ന് തൊട്ടാണ് കൊറോണ നമ്മളെ പിടിക്കാൻ തുടങ്ങിയത്, കടുവ നമ്മളെ പിടിക്കാൻ തുടങ്ങിയത്. അന്ന് വരെ ഈ ജീവൻ കണ്ടാൽ, കാലിക്കുപ്പിയല്ല, ഈ ജീവൻ കണ്ടാൽ, കടുവ എനിക്കെതിരെ വാ, അമ്മ കടുവ വാ, ഈ ജീവൻ കണ്ടാൽ ആന്ന് പറഞ്ഞു വാ. പക്ഷെ അടുത്ത് വരുമ്പോ മുട്ടുമടക്കണം. ആദാമിന്റെ മുമ്പിൽ ഈ ജീവൻ കണ്ടാൽ, ഈ ജീവൻ തുറന്നിട്ടേക്കണം. കടുവ എന്ത് ചെയ്യും? കടുവയ്ക്ക് പേരിട്ടാരാ? അത്രേ ഉള്ളൂ. സകലതും നിന്റെ കാൽ കീഴിൽ, നീ വാഴും ഭരിക്കും. ഫസ്റ്റ് കൽപ്പന അതാദ്യം ചെയ്യും. ഈ കൊറോണയൊന്നും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, നമ്മൾ ആശുപത്രികൾ പൂട്ടും. ഇരുന്നു, നമ്മൾ ആശുപത്രികൾ പൂട്ടും. ഈ ജീവൻ ഇല്ലാത്തവർക്ക് ഉള്ളതാണ് ആശുപത്രി. ഈ ജീവനുള്ളവർക്ക് ആശുപത്രി വേണ്ട. വിശ്വസിക്കുന്നുണ്ടോ? ഈ ജീവൻ നിന്റെ അകത്ത് തുറന്നാൽ പിന്നെ നിനക്ക് ആശുപത്രി വേണ്ട. അപ്പൊ അലറി വന്ന കടുവ ഇത് കണ്ടാൽ ആദാമിന്റെ മുമ്പിൽ കീഴടങ്ങും. പക്ഷെ ആദാം മരിക്കുന്നു. എന്താണ് മരണം? ഈ ജീവൻ നഷ്ടമായി. അപ്പോഴും ആദാമുണ്ട്, അതേ ഹൈറ്റ്, അതേ വെളുപ്പ്, അതേ പല്ല്, അതേ ശബ്ദം. പക്ഷെ ഒരു റലം അവനില്ല. അകത്തുള്ള ഒരു DNA ഇല്ല, അകത്തുള്ളൊരു വൈബ്രേഷൻ ഇല്ല. ഇത് കടുവയ്ക്കറിയാം, ഇത് കൊറോണയ്ക്കറിയാം, ഇത് കാറ്റിനറിയാം, ഇത് അത്തിവൃക്ഷത്തിനറിയാം. നിന്റെ അകത്തുള്ളൊരു മണം, നിന്റെ അകത്തുള്ള സ്പിരിറ്റിന്റെ മണം അത്തിപ്പഴത്തിനറിയാം, കാറ്റിനറിയാം, കടുവയ്ക്കറിയാം, കൊറോണയ്ക്കറിയാം, പനിക്കറിയാം, തുമ്മലിനറിയാം, നിന്റെ വിഷയത്തിനറിയാം. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ അകത്തുള്ള ഈ വൈബ്രേഷനെ ഈ ദിവസങ്ങളിൽ ലോകം തിരിച്ചറിയാൻ പോവുകയാണ്. അല്ല, നിങ്ങൾക്കറിയത്തില്ലെങ്കിലും ലോകത്തിനറിയാം. ഈ ദിവസങ്ങളിൽ ആ അറിവിലേക്ക് വാ, ആ അറിവിനെ തുറന്നിട്, ആ അടപ്പ് തുറക്ക്, അകത്തുള്ള സ്പിരിറ്റ് റലം തുറന്നിട്ടാൽ നിന്റെ മുൻപിൽ നിന്റെ സകല വിഷയങ്ങളും സ്വീകരിച്ച് അതിനെ റിസീവ് ചെയ്ത് നിന്റെ അകത്ത് അടപ്പ് തുറക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോ. സ്വീകരിച്ചോ. ഞാൻ നിങ്ങളുടെ തലേ കൈവെക്കാൻ വേണ്ടി നിൽക്കില്ല. ഇതൊരു തുറന്ന ക്ലൈമറ്റ് ആണ്. ഈ ക്ലൈമറ്റിന്റെ അകത്ത് തലേ കൈവെക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ അകത്തേക്ക് ഇത് കയറിക്കൊണ്ടേയിരിക്കും. ഇന്ന് ഈ ജീവൻ വെളിച്ചാടട്ടെ. ഈ ജീവൻ വെളിയിൽ ഇറങ്ങട്ടെ. ഈ ജീവനെ തുറന്നു വിടുക. സോയ ലൈഫിനെ ഓപ്പൺ ആക്ക്. നിങ്ങളുടെ അകത്തൊരു ഭാവന കാണ്. നിങ്ങൾ അതിനെ ഓപ്പൺ ആക്കുന്ന പോലെ ഒരു ഭാവന കണ്ടേ. നിങ്ങളുടെ അകത്ത് ഈ ജീവനുണ്ട്. ആ ജീവനെ തുറക്കുക. ഇന്ന് വരെ നിന്നെ തകർത്തത് ഇന്ന് നിന്റെ മുമ്പിൽ കീഴടങ്ങും. എത്ര പേര് സ്വീകരിക്കുന്നുണ്ട്?
ഈ ജീവൻ എന്നിലൊന്ന് നിറഞ്ഞാൽ, നിങ്ങൾ ഇന്ന് ഒരാൾ ഈ സാധനം പിടിച്ചാൽ മതി, നിങ്ങൾ ലോകത്തെ തിരിക്കും. ഇവിടുത്തെ ആളുകളുടെ എണ്ണം അതുകൊണ്ടാണ് എനിക്ക് വിഷയമല്ലാത്തത്. നിങ്ങളിൽ ഒരു വ്യക്തിക്ക് ഈ ബോധ്യം ലഭിക്കുകയും ആ ജീവനെ 24 മണിക്കൂർ ഓപ്പൺ ആക്കിയിടാൻ തീരുമാനമെടുക്കുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതം കൊണ്ട് ഈ ലോകം മുഴുവൻ മാറും. നിങ്ങൾ ഇന്നിവിടെ വന്ന എന്തിനാണ്? നിങ്ങൾ മാറാനല്ലേ? ഞാൻ പറയുന്നു, നിങ്ങൾ കാരണം ലോകം മുഴുവൻ മാറാൻ പോകുന്നു. നിങ്ങൾ എന്നിൽ നിന്നൊരു കാര്യം പ്രാപിച്ചാൽ നിങ്ങൾ മാത്രം മാറും. പക്ഷെ നിങ്ങളകത്ത് ഈ ജീവൻ ഓപ്പൺ ആയാൽ നിങ്ങളിലൂടെ ആയിരങ്ങൾ മാറും. സാമ്പത്തിക തകർച്ചകൾ നിന്റെ മുൻപിൽ നിന്ന് പിൻവാങ്ങി ഓടാൻ പോവുകയാണ്. ഹല്ലേലൂയ. അങ്ങളെ, നമ്മുടെ അകത്ത് ഏത് ജീവനാണ്? സോയേ ലൈഫ്. പറഞ്ഞേ, സോയേ ലൈഫ്, ദൈവത്തിന്റെ ജീവൻ. ഇത്രയും നാൾ ഞാൻ ജീവിച്ച ജീവിതത്തിന് ദൈവം ഇട്ട പേരാണ് മരണം. ഇത്രയും നാളെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ആത്മാവിൽ ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങളെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ചർച്ചിൽ വന്നതുകൊണ്ട് നിങ്ങൾ ജീവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഒരു ചർച്ചിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയത്, നിനക്ക് ജീവൻ ഉണ്ടെന്ന് തോന്നലേ ഉള്ളൂ, നീ മരിച്ചവനാ. നിങ്ങൾ ചർച്ചിൽ വന്നവരല്ലേ, ഒരു ചർച്ചിനെ കുറിച്ച് തന്നെ എഴുതിയിരിക്കുക മരണമാണ്. അതുകൊണ്ട് ചർച്ചിൽ വന്നുകൊണ്ട് ജീവിച്ചിട്ടില്ല, നിന്റെ അകത്തുള്ളതിനെ നീ അറിയുകയും ആ ജീവനെ ഡെയിലി രാവിലെ അൺലോക്ക് ചെയ്യുകയും ചെയ്യണം. എല്ലാവരും പറഞ്ഞു, ഇന്നോട്ട് എൻ്റെ അകത്തെ ദൈവിക ജീവനെ ഞാൻ അനുവദിക്കും. എന്നെ കൊണ്ട് പറ്റത്തില്ല, പക്ഷെ ഈ ജീവന് ദൈവത്തെ പോലെ ജീവിക്കാൻ പറ്റും. ഇതെൻ്റെ അകത്ത് പ്രവർത്തിച്ചാൽ ഞാൻ വേറൊരാളാകും. കള്ളു കുടിച്ചാൽ ഒരാൾ വേറൊരാളാകുമോ? വേറൊരാളിനെ പോലെ ആകത്തില്ലേ? അപ്പൊ ഈ ജീവൻ അങ്ങോട്ട് ചെന്നാലോ? ഓടാതെ കിടക്കുന്ന വണ്ടി പെട്രോൾ അടിക്കുമ്പോൾ ഓടത്തില്ലേ? നിങ്ങളുടെ പെട്രോളിന്റെ പേരാണ് സോയേ ലൈഫ്. അത് അടിക്കാത്തോണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും നാൾ ഓടാൻ പറ്റാഞ്ഞത്, സ്റ്റക്കായത്. പെട്രോള് ചെല്ലുന്നില്ല. നിങ്ങൾ ചിന്തിച്ചു മനുഷ്യന് വേണ്ട പെട്രോള് ഭക്ഷണമാണെന്ന് ചിന്തിച്ചു. നിങ്ങൾ ചിന്തിച്ചു മനുഷ്യന് വേണ്ടുന്ന പെട്രോള് വെള്ളമാണെന്ന് ചിന്തിച്ചു. പക്ഷെ യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം അല്ല, ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്ന പദം എന്തുവാ? ജീവിക്കുന്നു. അപ്പൊ എന്താണ് ജീവൻ? ദൈവത്തിൽ നിന്നുള്ള ജീവനാണ് ജീവൻ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൽ നിന്ന് വരുന്ന സകല വാക്കുകൾ കൊണ്ടും ജീവിക്കുന്നു. എല്ലാവരും പറഞ്ഞു, അപ്പമല്ല എൻ്റെ ജീവൻ, ബ്രെഡ് അല്ല എൻ്റെ ജീവൻ, ഫുഡ് അല്ല എൻ്റെ ജീവൻ, പഠനമല്ല എൻ്റെ ജീവൻ, എൻ്റെ ഓൾറെഡി ഉള്ള സമ്പത്തല്ല എൻ്റെ ജീവൻ, ദൈവത്തിന്റെ ജീവനാണ് എൻ്റെ ജീവൻ. മഹത്വത്തിൻ ദിനങ്ങൾ 2 days ഗ്ലോറി കോൺഫറൻസ് തിരുവനന്തപുരത്ത് പരുത്തിപ്പാറ MG കോളേജിന് എതിർവശത്തുള്ള ഗ്രേസ് മിനി ഹാളിൽ വെച്ച് മെയ് 31, ജൂൺ 1, വെള്ളി ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നടത്തപ്പെടുന്നതാണ്. ഈ മീറ്റിങ്ങുകളിൽ അപ്പോസ്റ്റൽ ജാക്സൺ ജെയിംസ് ശുശ്രൂഷിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക.